അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബ്രെഡും അതുപോലെ മുട്ടയും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഇത് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ രാവിലെ നമുക്ക് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു രീതിയിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ എപ്പോഴും ദോശയും ഇഡ്ഡലി അങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയൊരു മടുപ്പെല്ലാം വരും. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക സിമ്പിളായിട്ട്. അപ്പോൾ ഇതാ 4 ഐറ്റംസിനാണ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തേതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് ചേർക്കാം. ഓവറായിക്കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലേൻ്റെ തന്നെ ടേസ്റ്റ് ആയിപ്പോവും. പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറിയ ചെറിയ അളവിൽ ചേർത്താൽ മതി. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ആക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും ബ്രെഡ്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതാ അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു ചെറിയൊരു ഗ്രീൻ കളർ അങ്ങനെ ഉണ്ടാവും കേട്ടോ. നമുക്കിത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാ ഈ ഒരു രീതിയിലുള്ള പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ റെഡിയാക്കി വെച്ച് ആ മുട്ടൻ്റെ മിക്സിലേക്ക് മുക്കിക്കൊടുക്കാം. എന്നിട്ട് ഇത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കങ്ങനെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം. പിന്നെ ബ്രെഡ് വാട്ടുന്ന സമയത്ത് ഓയിൽ ഫസ്റ്റ് തന്നെ കുറേ അങ്ങോട്ട് ഒഴിക്കാണ്ട് നിൽക്കുക. കുറേ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ആ മൊത്തം ഓയിലും കുടിക്കും. പിന്നെ ബ്രെഡ് ഫുള്ള് ഓയിലി ആയിപ്പോവും. അപ്പോൾ കുറച്ച് നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഫ്ലെയിം ലോ ടു മീഡിയം ആ ഒരു ലെവലിൽ തന്നെ കൊണ്ടുപോകാം. ഇത് നല്ല ബ്രെഡിൻ്റെ ഏത് സ്നാക്സ് ഉണ്ടാക്കുന്നെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 സൈഡും ആക്കിയിട്ടെടുക്കാം. ഇത് നമ്മൾ പറയല് എരിവിൽ ബ്രെഡ് വാട്ടിയത് എന്നാട്ടാ പറയല്. എരിവായിട്ട് ബ്രെഡ് വാട്ടിയത് അങ്ങനെ നമ്മൾ പറയാം. അപ്പം നമ്മളെ ആദ്യത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതിനാണ് ഒരു ബ്രെഡ് പകുതിയായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് അങ്ങനെ വെക്കാം. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ ആട്ടാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടറിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിലായാലും ചെയ്യാം. പാനിലേക്ക് ഇനി ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാൻ 2 പീസ് ബ്രെഡ് വെക്കുന്നുണ്ട്. ഇത് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 2 സൈഡും ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് നമുക്കിത് പാനിനെടുത്ത് മാറ്റാം. ഞാൻ പാനിലേക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബട്ടർ ചേർക്കുന്നിടത്തല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ മുട്ടൻ്റെ ആ മഞ്ഞ കളറുള്ള അതൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ അത് ഒരു വേവാത്ത പോലെ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ തിന്നുമ്പോൾ ഛർദ്ദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു രീതിയിൽ കൈവച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് മുട്ടയും ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ടെടുത്ത ആ ഒരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലേക്ക് കുറച്ച് കെച്ചപ്പ് ഈ ഒരു രീതിയിൽ പുരട്ടി കൊടുക്കാം.
പിന്നെ അതിന് മേലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ മുട്ട വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന് മേലെ റൗണ്ടായിട്ട് കുക്കുംബർ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്ലൈസ് അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ അതിന് മേലെ വേറൊരു ബ്രെഡ് ഈ ഒരു രീതിയിൽ കെച്ചപ്പ് അതിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് RKG ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം RKG ആട്ടാ ചേർക്കുന്നത്. ഇത് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിലായാലും ചെയ്യാം. അപ്പം ഞാൻ RKG ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു മുട്ടൻ്റെ മിക്സിൽ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ 2 എണ്ണം ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ പറയല് മധുരത്തിൽ ബ്രെഡ് വാട്ടി നട്ടാ നമ്മൾ പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ് ചെയ്യുമ്പോഴെല്ലാം ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ തന്നെ വെക്കാം. ബ്രെഡ് അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ 2 സൈഡും ആക്കിയിട്ട് നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബ്രെഡ് വാട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിനാണ് ഈ ഒരു രീതിയിലാട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. സ്ക്വയർ ആയിട്ടോ ട്രയാങ്കിളാ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഇനി നാലാമത്തെ ഐറ്റം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാനിതാ 2 പീസ് ബ്രെഡ് വെക്കുന്നുണ്ട്. ഇത് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനു മേലെ ഒരു ചീസിന്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനു മേലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ പുഴുങ്ങി വെച്ച മുട്ട ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ആ റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇതിന് മേലേക്ക് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്യുന്നല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ടിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു 2 പീസ് ഞാൻ ഇതിന് മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിന് മേലേക്ക് കുറച്ച് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒമാൻ ചിപ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ചിപ്സ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അതിനനുസരിച്ചിട്ട് ചിപ്സ് എടുക്കുക. ചിപ്സ് എല്ലാം ഇടുന്ന സമയത്ത് കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട്, അങ്ങനെ നല്ല പൊടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആക്കാൻ വേണ്ടി നോക്കാം. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാം.
അപ്പോൾ ഇതാ ആ ചിപ്സും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അടുത്ത ബ്രെഡ് എടുത്തിട്ട് അതിന് മേലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ 2 ബ്രെഡ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 4 ബ്രെഡ് യൂസ് ചെയ്തിട്ട് 2 സെറ്റാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി അടച്ചു വെച്ചിട്ട് ആ ഒരു ചീസ് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആയി പോകുന്നതിന് ഞാൻ 4 എണ്ണേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആകും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.